മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ നമ്മുടെ മസ്താനിയുടെ തന്തയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ഷാനവാസ്. അതായത് മസ്താനി നീ പോടോ എന്ന് പറയുമ്പോൾ ഷാനവാസ് പറയും അത് നീ നിൻ്റെ അച്ഛനെ പോയി വിളിച്ചാൽ മതിയെന്ന്. രാവിലത്തെ പണിപ്പുര ടാസ്ക് കഴിഞ്ഞ് എല്ലാവരും ലിവിങ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അനീഷിൻ്റെ കുറച്ച് പ്രകടനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഷാനവാസ് അനീഷിനെ ഒന്ന് കളിയാക്കും. ഷാനവാസിൻ്റെ കൈ കടിച്ചു പറിച്ചത് അനീഷാണല്ലോ. ആ കളിയാക്കുന്നത് നമ്മുടെ അനുമോളെ ഏറ്റുപിടിക്കും. അപ്പോൾ ഷാനവാസിന് ദേഷ്യം വന്നിട്ട് നീ ഒന്നും മിണ്ടാൻ നിൽക്കണ്ട, നീ ഇന്നലെ എന്നെ മാന്തി പറിച്ചതാണ്, നിൻ്റെ സ്വഭാവമൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ് ഷാനവാസ് അനുമോളോട് ദേഷ്യപ്പെടും. ആ സമയത്താണ് നമ്മുടെ മസ്താനി താൻ പോയി ഇരിക്കടോ, താനിക്ക് അവിടെ പോയി ഇരിക്കാൻ മേലെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഷാനവാസിനെ എടാ എന്ന് വിളിക്കുമ്പോഴാണ് ഷാനവാസ് പറയുന്നത് അത് നീ വീട്ടിൽ പോയി നിൻ്റെ അച്ഛനെ വിളിച്ചാൽ മതിയെന്ന്. അത് കേട്ടതും നമ്മുടെ വയൽക്കാടായ ജിഷിനും പ്രവീണും ലക്ഷ്മി അല്ലാതെ കയറി പിടിക്കും. കാരണം കഴിഞ്ഞ ദിവസം അക്ബറിൻ്റെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ ഷാനവാസിന് ഇതുപോലെ ബിഗ് ബോസിൽ നിന്നും വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇങ്ങനത്തെ പദപ്രയോഗങ്ങൾ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മുന്നറിയിപ്പില്ലാതെ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കുമെന്ന്. എന്നിട്ടാണ് ഇന്ന് മസ്താനിയുടെ അച്ഛന് വിളിച്ചത്. എന്നാൽ ഷാനവാസ് പറയുന്നത് ഞാൻ ഇനിയും വിളിക്കും, എന്നെ എടാ പോടാ എന്ന് വിളിച്ചാൽ ഞാൻ പറയും അത് നീ നിൻ്റെ വീട്ടിൽ പോയി അപ്പനോട് പറഞ്ഞാൽ മതിയെന്ന്. അതിപ്പോൾ എന്നെ ആര് വിളിച്ചാലും ഞാൻ അവരുടെ അപ്പന് വിളിക്കും എന്ന്. എന്നെ എടാ പോടാന്ന് വിളിക്കാനുള്ള അധികാരമൊന്നും ഇവൾക്കില്ല. പിന്നെ എന്തിനാണ് ഇവൾ എന്നെ എടാന്ന് വിളിച്ചത്? ഇവൾ എന്നെ എടാന്ന് വിളിച്ചിട്ടാണ് ഞാൻ തിരിച്ച് അവളുടെ അപ്പന് വിളിച്ചത്. അതും അപ്പന് വിളിച്ചൊന്നുമില്ല, നീ വീട്ടിൽ പോയി നിൻ്റെ അപ്പനോട് പറയാനേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന്. എന്നാൽ ഈ സമയത്തെല്ലാം നമ്മുടെ മസ്താനി അനീഷിനെ പോലെ റിപ്പീറ്റ് ചെയ്ത് പോടാ 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 അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേൾക്കുന്ന ആർക്കായാലും നല്ല ദേഷ്യം വരും. നമ്മുടെ ഷാനവാസ് തിരിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ജിഷിൻ വന്ന് പറയും ഇത്രയും നേരം നിന്റെ കൂടെ ഉണ്ടായിരുന്നവരല്ലേ ഇവരൊക്കെ, എന്നിട്ട് കണ്ടോ ആരും മിണ്ടാത്തത്? കാരണം അവർക്കറിയാം നീ ചെയ്തത് തെറ്റാണെന്ന്, അതാണ് അവരാരും നിന്നെ സപ്പോർട്ട് ചെയ്യാത്തതെന്ന്. അപ്പോൾ ഷാനവാസ് പറയുന്നത് ആരുടെയും സപ്പോർട്ട് എനിക്ക് വേണ്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്തെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടിയാൽ അത് ഞാൻ തന്നെ സഹിച്ചോളാം, ഇവരുടെ ഒന്നും സപ്പോർട്ട് എനിക്ക് വേണ്ട. ഇവരെ ആരെയുമല്ല അവൾ എടാന്ന് വിളിച്ചത്, എന്നെയാണ് എടാന്ന് വിളിച്ചത്, എന്നെ വിളിച്ചാൽ അത് തിരിച്ചു പറയാനുള്ള കഴിവ് എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് ജിഷിനോടും ചൂടാകും. അത് നമ്മുടെ പ്രവീൺ വന്ന് ഏറ്റുപിടിക്കുന്നുണ്ട്. നീ ഒന്ന് പോടാ ചീളി ചെക്കാന്ന് പറഞ്ഞ് പ്രവീണിനെ നമ്മുടെ ഷാനവാസ് ആട്ടി വിടുന്നുണ്ട്. പിന്നെ അതായി പ്രശ്നം, ചീളി ചെക്കാന്നൊക്കെ നീ എന്തിനാ എന്നെ വിളിക്കുന്നത്, അത് വിളിക്കാൻ നീ ആരാന്നൊക്കെ പറഞ്ഞ് പ്രവീൺ വഴക്ക് തുടങ്ങും. അങ്ങനെ വൻ കൂട്ടത്തലാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്. വൈൽഡ് കാർഡുകൾ വന്നതിൽ പിന്നെ ഹൗസിൽ ചേരി തിരിഞ്ഞവരെല്ലാം ഒന്നായി ഇപ്പോൾ ഒറ്റക്കെട്ടായി. സത്യം പറഞ്ഞാൽ വൈൽഡ് കാർഡുകൾ ഒരു ഗ്രൂപ്പും ബാക്കി ആദ്യം മുതലുള്ള ടീമുകൾ ഒരു ഗ്രൂപ്പും എന്ന നിലയിലാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് മുന്നിലോട്ട് പോകുന്നത്. എന്നാൽ വൈൽഡ് കാർഡുകളായി വന്ന 5 പേരും ഒറ്റയ്ക്കല്ല, അവരുടെ കൂടെ അനുമോളും നെവീനും ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സൈഡിൽ 14 പേരും ഒരു സൈഡിൽ 7 പേരുമായി ചേരി തിരിഞ്ഞാണ് ഇപ്പോൾ ബിഗ് ബോസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം.